നിങ്ങളുടെ മൊബൈൽ ഫോൺ മറ്റൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇതുപോലെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലും ക്രോമിലൊക്കെ എന്ത് സെർച്ച് ചെയ്യുന്നോ എന്തൊക്കെ വീഡിയോസാണ് കാണുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ ഇതുപോലെ ആക്ടിവിറ്റിയിൽ വന്ന് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിലും അവർക്ക് ലഭിക്കും. നിങ്ങൾ എത്തരത്തിലുള്ള വീഡിയോസാണ് കാണുന്നത് ക്രോം ബ്രൗസറിൽ. ഇവിടെ ഇപ്പോൾ കാണുന്നില്ലേ ഇതുപോലെ എന്ത് തരത്തിലുള്ള വീഡിയോസുകളാണ് എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് കയറുന്നത്, അങ്ങനെ മുതലായവ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. മറ്റൊരാളെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് ഓരോന്നും ഓഫ് ചെയ്യാൻ പറ്റും. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നത് മാത്രം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്നതൊന്നും ആർക്കും കാണണ്ട. അങ്ങനെയാണെങ്കിൽ അത് മാത്രം ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനായിട്ടും നല്ലത് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എന്ത് കണ്ടാലും എന്ത് നിങ്ങൾ സെർച്ച് ചെയ്താലും അത് ഒരാളെ ആക്ടിവിറ്റിയിൽ വന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും കാണിക്കണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ആ ഒരു ലോക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങളെ രഹസ്യങ്ങൾ ചോരാതിരിക്കാനും സഹായിക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലോക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലാണ് ഹോം പേജ്. നിങ്ങൾക്കിവിടെ ഈ സെർച്ച് ബാറിൽ നിങ്ങൾ മൈ ആക്ടിവിറ്റി തന്നെ അടിക്കുന്ന സമയത്ത് മൈ ആക്ടിവിറ്റിയും പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ കാണാൻ സാധിക്കും മൈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഫസ്റ്റത്തെ ലിങ്ക്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഹോം പേജ്. നിങ്ങൾക്ക് ഇവിടെയാണ് ആ കാര്യങ്ങൾ കിടക്കുന്നത്. ഇവിടെ താഴെ സ്ക്രോൾ ചെയ്താൽ നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും ഇവിടെ ഓഫ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ടൈം ലൈൻ ഇവിടെ ഓരോ ഏതൊക്കെ വീഡിയോ ഏത് സമയത്താണ് കണ്ടത് അടക്കം ഇവിടെ കാണാൻ സാധിക്കും. ഇനി അത് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബ് ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് എല്ലാ കാര്യവും നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അതിനെക്കാട്ടിലും ഏറ്റവും നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറയുന്നത് ഒരാൾ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഈ കാര്യങ്ങളൊന്നും കാണിക്കണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും ഇവിടെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ ഫസ്റ്റത്തെ ഹോം പേജിലേക്ക് ഇങ്ങോട്ട് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിലാണ് ഉണ്ടാവുക. നിങ്ങളിവിടെ റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്ന ഈ ഫസ്റ്റത്തെ ഓപ്ഷനിലേക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ സേവ് കൊടുക്കുക. സേവ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണ് നിങ്ങളുടെ നിങ്ങൾ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ അവിടെ ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്യാൻ വരും. അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണിൽ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ലോക്ക് സ്ക്രീനാണ്. അതുകൊണ്ട് താൽക്കാലം ഇവിടെ ലോക്ക് സ്ക്രീന് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഇനി മറ്റൊരാൾക്ക് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇനി ആർക്കും നിങ്ങളുടെ അത്തരത്തിലുള്ള വീഡിയോസും സെർച്ച് ചെയ്ത കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കില്ല. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിങ്ങൾക്ക് കാണിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെരിഫൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പിൻ നമ്പറോ അല്ലെങ്കിൽ നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തതാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ വരും. അങ്ങനെ കൊടുത്ത സമയത്ത് മാത്രമേ ഇവിടെ മറ്റു കാര്യങ്ങൾ എനേബിളായി വരികയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.